Hi guys, and welcome to today's session. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്പറേഷൻ സിന്ദൂർ, എ റീഷേപ്പിംഗ് ഓഫ് കോൺഫ്രണ്ടേഷൻ. സോ ഫസ്റ്റ് വിൽ ലുക്ക് ഓൺ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് ന്യൂസ്. പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്, നമുക്കറിയാം, GS പേപ്പർ 1, അതേപോലെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നതാണ്, വിച്ച് ഈസ് സെക്യൂരിറ്റി ചാലഞ്ചസ് ആൻഡ് ദെയർ മാനേജ്മെൻറ്റ് ഇൻ ബോർഡർ ഏരിയാസ്, linkages of organized crime with terrorism. So we'll look on to the context of this news. So the India-Pakistan standoff marks a significant evolution in modern-day warfare, transcending traditional and bilateral military conflicts. Operation Sindoor is now seen as part of a global shift in warfare, integrating technology, strategy, and information manipulation. Warfare today focuses more on precision, agility, and perception than on conventional troop movements or large-scale battles. ആൻഡ് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് കാണിക്കുന്നത് ഒരു ചേഞ്ചിങ് വാർഫെയർ ആണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ സോൾജേഴ്സും ടാങ്കുകളൊക്കെ കൊണ്ട് ഗ്രൗണ്ടിലുള്ള ആ ഒരു ഫൈറ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ചിലപ്പോൾ വരിക. So it is not just about bombs and soldiers nowadays. Okay. So ഇപ്പോഴത്തെ ഒരു മോഡേൺ വാർഫെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ആൻഡ് എല്ലാ രാജ്യങ്ങളും, ഏത് രാജ്യമായാലും അവർ ഒരുപാട് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് എ ന്യൂ കൈൻഡ് ഓഫ് വാർ. So this operation is an example of how modern wars use ഹൈടെക് ടൂൾസ്. നമ്മൾ ഒരുപാട് ഹൈടെക് ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വി ഹാഡ് വെരി സ്മാർട്ട് പ്ലാനിങ് ആൻഡ് ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ എങ്ങനെ ചിന്തിക്കും എന്നതിനനുസരിച്ചൊരു എന്താ പറയുക, വി ഹാവ് യൂസ്ഡ് വേസ് ടു ഇൻഫ്ലുവൻസ് വാട്ട് പീപ്പിൾ തിങ്ക് ത്രൂ മീഡിയ ഓർ ഇൻഫർമേഷൻ. അല്ലേ, നമുക്കൊരു ആ ഒരു ഇന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബ്രീഫിങ് കാര്യങ്ങളൊക്കെ ഈവനിങ് ഉണ്ടായിരുന്നു അല്ലേ. ആൻഡ് ഇപ്പോഴത്തെ മോഡേൺ വാർഫെയർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ടുഡേ വാർ ഈസ് ലെസ് അബൌട്ട് ബീങ് ബിഗ് ആർമീസ് ആൻഡ് നമ്മളിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായി, അക്യുറേറ്റായി, സ്മാർട്ടായിട്ടുള്ള ടെക്നോളജീസിലാണ്. ലൈക്ക് എക്സാമ്പിളായിട്ട് ഡ്രോൺസ്, അതേപോലെ സൈബർ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും. ആൻഡ് വി ആർ കൺട്രോളിങ് ദ സ്റ്റോറി പീപ്പിൾ ഹിയർ അല്ലേ. സോ ഷോർട്ടായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മോഡേൺ വാർസ് ആർ അബൌട്ട് ബ്രെയിൻസ്, ടെക്നോളജി ആൻഡ് ഇമേജ്, നോട്ട് ജസ്റ്റ് ബോംബ്സ് ആൻഡ് സോൾജേഴ്സ് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വെപ്പൺസ് എന്ന് പറയുന്നത്, നമ്മൾ സ്കാൽപ്പ് മിസൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഹാമർ ബോംബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, വി ഹാവ് യൂസ്ഡ് കെമിക്കസ് ഡ്രോൺസ്, അതേപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആകാശ് മിസൈൽസ്. ആകാശ് മിസൈൽസ് ഒക്കെ ഇപ്പോൾ കൺട്രീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത മിസൈലാണ്. ആൻഡ് ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസൊക്കെ അതിൽ ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചൈനയ്ക്കെതിരെ അവർ ഈ ഒരു ആകാശ് മിസൈൽസ് അവർക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും. നമ്മൾ തന്നെ ചൈനയുടെ സാധനങ്ങളൊക്കെ ആകാശ് മിസൈൽ വെച്ച് അടിച്ചിട്ടിട്ടുണ്ട്. ആൻഡ് വി ഹാവ് യൂസ്ഡ് L-70 ഗൺസ്, അതേപോലെ ബ്രഹ്മോസ്, ഓഫ് കോഴ്സ് ബ്രഹ്മോസ് മിസൈൽസ് ആൻഡ് ഓൾ. Then we'll move on to drone and air warfare. സോ ഈ ഒരു ഡ്രോൺ വാർഫെയർ എന്ന് പറയുന്നത് ഇതൊരു വളരെ ഒരു റെവല്യൂഷണറി ഷിഫ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, വി ആർ യൂസിങ് UAVs which represents an asymmetric technology replacing costly manned fighter jets. So Operation Sindoor and the rise of next generation warfare. സോ നൗഡേയ്സ് ഡ്രോൺസ് ആർ ചേഞ്ചിങ് വാർ അല്ലേ. ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലും, പാകിസ്ഥാൻ എനിക്ക് തോന്നുന്നു 300 to 400 ഡ്രോൺസിൻ്റെ അടുത്ത് 36ഓളം സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക്. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ലാർജ് ആൻഡ് സഡൻ ഡ്രോൺ ഇൻവേഷൻ. ആൻഡ് ഈ ഒരു ഡ്രോൺസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എക്സ്പെൻസീവ് പ്ലെയിൻസ് വിത്ത് പൈലറ്റ്സ്, കൺട്രീസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡ്രോൺസ് ആണ്, വിച്ച് ഈസ് അൺമാൻഡ് ഫ്ലൈയിങ് മെഷീൻസ്. അത് ഒന്നാമത്തെ കാര്യം, അത് ചീപ്പാണ്, അതേപോലെ അത് സേഫ് ആണല്ലേ. ഇപ്പോൾ പൈലറ്റ്സ് ഒന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ആൻഡ്
എക്സ്പെൻസീവ് പ്ലെയിൻസ് വേണ്ട, കുറച്ചും കൂടി ചീപ്പും സേഫറും ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഡ്രോൺസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് അൺമാൻഡ് ഫ്ലൈയിങ് മെഷീൻസ്. സോ ഈ ഒരു പാകിസ്ഥാൻ്റെ ഡ്രോൺ അറ്റാക്കിനെതിരെ നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. വി യൂസ്ഡ് സ്കൈ സ്ട്രൈക്കർ ഡ്രോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു സ്കൈ സ്ട്രൈക്കർ ഡ്രോൺസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അവരുടെ ഒരു പ്രിസിഷനായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന അവരുടെ ആ ഒരു എബിലിറ്റിയാണ്. ദേ വിൽ ഹിറ്റ് ടാർഗറ്റ് അക്യുറേറ്റ്ലി. ഒരു പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് അവർ നടത്തുക. അതേപോലെ ഇവർ സ്പൈ വർക്ക് ചെയ്യും. ഓക്കെ, ഇവർക്ക് ദേ ക്യാൻ ഗ്യാദർ ഇൻ്റലിജൻസ് ലൈക്ക് സ്പൈ വർക്ക് ആൻഡ് ഓൾ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡ്രോണിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ദേ ക്യാൻ അവോയ്ഡ് മെനി സോൾജിയർ ഡെത്ത്, അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരു ലോ കാഷ്വാലിറ്റി മിഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്കൈ സ്ട്രൈക്കർ ഡ്രോൺസിൻ്റെ കാര്യം പറയുമ്പോൾ വി ഹാവ് ടു മെൻഷൻ ഈ ഒരു കെമിക്കസ് ഡ്രോൺസ് ആണ്. ഓക്കെ, യെസ്, ദിസ് വൺ കെമിക്കസ് ഡ്രോൺസ്. അപ്പോൾ ഇവർ വി ക്യാൻ കോൾ ദം ആസ് ലോയിറ്ററിങ് മ്യൂണിഷൻസ് ലൈക്ക് ഓർ സിമ്പിളായിട്ട് നമുക്ക് ഒരു സൂയിസൈഡ് ഡ്രോൺസ് എന്ന് പറയാം. സോ നമ്മൾ ഡ്രോൺസിൽ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ദേ ആർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. ഓക്കെ, ആൻഡ് ഇവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദേ ക്യാൻ ഫ്ലൈ ഓവർ എ ടാർഗറ്റ് ഏരിയ ആൻഡ് ദേ ക്യാൻ വെയിറ്റ് ഫോർ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദെൻ ദേ ക്യാൻ ക്രാഷ്. ഓക്കെ, അപ്പോൾ ഇവർ നമ്മൾ പറഞ്ഞ പോലെ ഇവർ സൂയിസൈഡ് ഡ്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ വേറെ ഡ്രോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ദേ ആർ ഡിസ്റ്റിങ് ഫ്രം അതർ ഡ്രോൺസ് ഇൻ ദാറ്റ് they are the weapon itself. ഓക്കെ, റേദർ ദാൻ ക്യാരിയിങ് എ സെപ്പറേറ്റ് വെപ്പൺ, ദേ ആർ വെപ്പൺ ഇറ്റ് സെൽഫ്. അതാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഭയങ്കര പ്രിസൈസ് അറ്റാക്കാണ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ഇവർ ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും. സോ ഈ ഒരു കെമിക്കസ് ഡ്രോൺസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ലോയിറ്ററിങ് മ്യൂണിഷൻസ് ആൻഡ് ഒരു ഫ്ലൈയിങ് ബോംബാണെന്ന് നമുക്ക് പറയാം. സോ ദേ ഫ്ലൈ അറൗണ്ട് ആൻ ഏരിയ ആൻഡ് ദേ വിൽ ലുക്ക് ഫോർ ടാർഗറ്റ്സ് ലൈക്ക് എനിമി ടാങ്കുകളും ബങ്കേഴ്സൊക്കെ ഇവർ സ്പോട്ട് ചെയ്യും. വൺസ് അവർ ആ ഒരു ടാർഗറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദേ ഡിവൈഡ് ആൻഡ് എക്സ്പ്ലോഡ് ലൈക്ക് ഡിസ്ട്രോയിങ് ഇറ്റ്. സോ പ്രിസൈസ് സ്ട്രൈക്സ് ആണ് ഇവർ നടത്തുക ആൻഡ് ഇറ്റ് ഈസ് എ വെരി മിനിമൽ റിസ്ക് ടു സോൾജേഴ്സ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ യൂസ് ദം ടു ഹിറ്റ് ടെററിസ്റ്റ് ഹൈഡ് ഔട്ട്സ്. ഓക്കെ, ഡീപ്പ് ഇൻസൈഡ് എനിമി ടെറിട്ടറി. നമ്മൾ ആ ഒരു എനിമി ടെറിട്ടറിയിലൊക്കെ കയറി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പാകിസ്ഥാൻ്റെ എത്രയോ ഉള്ളിലോട്ട് പോയിട്ടാണ് നമ്മൾ അടിച്ചത്. സോ വി ഹാവ് യൂസ്ഡ് ദീസ് കൈൻഡ് ഓഫ് കെമിക്കസ് ഡ്രോൺസ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒരു മോഡേൺ എയർ ഡിഫൻസ് ടെക്നോളജിയെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ ഇന്ത്യൻ സ്കൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഹോം മെയ്ഡ് സിസ്റ്റങ്ങളും ഉണ്ട്, സിസ്റ്റംസും ഉണ്ട്, അതേപോലെ ഇമ്പോർട്ടഡ് സിസ്റ്റംസും ഉണ്ട്. ഇപ്പോൾ ഹോം മെയ്ഡ് സിസ്റ്റംസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആകാശ് മിസൈൽസ് ഒരു എക്സാമ്പിളാണ്. അതേപോലെ നമ്മുടെ ഒരു QRSAM വിച്ച് ഈസ് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽസ്. ആൻഡ് ഒരു ഇമ്പോർട്ടഡ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് S-400 ഫ്രം റഷ്യ, അതേപോലെ ബറാക്ക് 8 ഫ്രം മെയ്ഡ് വിത്ത് ഇസ്രായേൽ. ഇന്ത്യയും ഇസ്രായേലും കൂടി വികസിപ്പിച്ചെടുത്തതാണ് ഈ ഒരു ബറാക്ക് 8 എന്ന് പറയുന്നത്. സോ ഇവരെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു ഒന്ന് ആകാശ് മിസൈൽസ് ആണ്. ആകാശ് മിസൈൽസ് പറയുന്നതിന് മുമ്പ് വി വിൽ ഡിസ്കസ് ദി ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽസ്. ഈ ഒരു QRSAM സിസ്റ്റം ഇറ്റ് ഈസ് ആൻ വെരി അഡ്വാൻസ്ഡ് ആൻഡ് ഇത് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ബൈ അവർ എയർ ഡിഫൻസ് മിസൈലാണ്. ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് എയർ ഡിഫൻസ് മിസൈലാണ് ബൈ ഇന്ത്യ. ആൻഡ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ടു ഇൻ്റർസെപ്റ്റ് ഏരിയൽ ത്രെഡ്സ്. അതായത് ഷോർട്ട് റേഞ്ചിൽ വരുന്ന ആ ഒരു ഏരിയൽ ത്രെഡ്സിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്. സോ ഇവരെ പറ്റിയിട്ട് പറയുമ്പോൾ ഒന്ന് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണ്. അപ്രോക്സിമേറ്റ് 30 കിലോമീറ്റേഴ്സ് ഒക്കെ ഇവരുടെ ഒരു റേഞ്ച് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദേ ആർ ഡിസൈൻഡ് സ്പെഷ്യലി ഫോർ ഫാസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മൊബിലിറ്റി ടു പ്രൊട്ടക്ട് മൂവിങ് ആർമി യൂണിറ്റ്സ് ഫ്രം ഏരിയൽ ത്രെഡ്സ്. ഓക്കെ, നമ്മുടെ ഒരു മൂവിങ് ആയിട്ടുള്ള ആർമി യൂണിറ്റ്സിന് ഏരിയൽ ത്രെട്ടുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മൊബൈൽ ആൻഡ് വെരി ഈസിലി ഡിപ്ലോയബിൾ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ദി QRSAM സിസ്റ്റം ഇറ്റ് ഈസ് കോൺഫിഗേർഡ് ഓൺ ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് ഫോർ മൊബിലിറ്റി ഇൻ വേരിയസ് ടെറൈൻസ്. പിന്നെ ഒന്ന് ഇവർക്ക് മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെൻറ്റ് നടത്താൻ സാധിക്കും. ദ സിസ്റ്റം ക്യാൻ എൻഗേജ് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് തന്നെ ഒരുപാട് ടാർഗറ്റിന് അടിക്കാൻ പറ്റും. ആൻഡ് ഇതെല്ലാ വെതർ കണ്ടീഷനിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ് ഈസ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ്, അല്ലേ. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ഓൾ വെതർ കണ്ടീഷൻസ്.
പിന്നെ അഡ്വാൻസ്ഡ് റഡാർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇറ്റ് യൂട്ടിലൈസസ് ആൻ ആക്റ്റീവ് ഫേസ്ഡ് അറൈ സർവൈലൻസ് റഡാർ ആൻഡ് എ ടു-വേ ഡാറ്റ ലിങ്ക് സിസ്റ്റം ഫോർ ഇംപ്രൂവ്ഡ് സർവൈലൻസ് ട്രാക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ആകാശ് മിസൈൽസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ആകാശ് മിസൈൽസ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. നമ്മുടെ ഈ ഒരു ചൈനയ്ക്കെതിരെ അതേപോലെ പാകിസ്ഥാനെതിരെയും വളരെ നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു മിസൈൽ സിസ്റ്റമാണത്. ആൻഡ് ഇപ്പോൾ ബാക്കിയുള്ള ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസൊക്കെ ചൈനയ്ക്കെതിരെ ഇത് വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സോ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ. സോ ഇതൊരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ് ആണ്. നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്തതാണ്. ഇവരുടെ റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 25 to 30 കിലോമീറ്റേഴ്സ് ആണ്. സോ ഈ ഒരു എയർക്രാഫ്റ്റും അതേപോലെ ഡ്രോൺസിനെയും മിസൈൽസിനെയും ഒക്കെ ഷൂട്ട് ഡൗൺ ചെയ്തിടാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് മിസൈൽസ് ആണിത്. ഓക്കെ, ഇത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് കേട്ടോ, അതറിയാലോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ആകാശ് ഈസ് ആൻ ഇൻഡിജിനസ് ഇന്ത്യൻ എയർ ടു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം which is developed by the Defense Research and Development Organization. So ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ടു ന്യൂട്രലൈസ് ഏരിയൽ ത്രെഡ്സ്. ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ഡ്രോൺസിനെയും മിസൈൽസിനെയും എയർക്രാഫ്റ്റിനെയും ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ബോർഡറിലാണ്. നമ്മുടെ LOCയുടെ ഒക്കെ അടുത്ത്, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒക്കെ അടുത്ത് അത് ഈ ഒരു ആകാശ് സിസ്റ്റം. And ഈ ഒരു ആകാശ് സിസ്റ്റം has played a very critical role in intercepting Pakistani drones and missiles targeting Indian military installations. സോ നമ്മുടെ ടോപ്പിക് ഈ ഒരു മോഡേൺ എയർ ഡിഫൻസ് ആയിരുന്നു അല്ലേ, ഒരു ഹൈ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡേൺ എയർ ഡിഫൻസിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. സോ നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒന്ന് ആകാശം, ഒന്ന് QRSAM. അതേപോലെ ഇനി ഒരു ഇമ്പോർട്ടഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് S-400 ഫ്രം റഷ്യ. S-400 നമ്മുടെ ഒരു താരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലെ. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ S-400നെ പറ്റിയിട്ട് നോക്കാം. S-400 ഈ ഒരു ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് 5 S-500 ആണ് ഉള്ളത്. അത് നമുക്കറിയാം, റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. 2018 തോന്നുന്നു നമ്മൾ ആ ഒരു ഡീല് സൈൻ ചെയ്തത്. ഒരു 5.43 ബില്യൻ്റെ അടുത്തുള്ള ഒരു ഡീലായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് 3 സ്ക്വാഡ്രൺസ് ആണ് ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. ആൻഡ് ബാക്കിയുള്ള 2 ഈ ഒരു ഏർലി 2026 ഒക്കെ ആയിട്ട് ഡെലിവർ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു S-400ൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടതായിരുന്നു അല്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ. ആൻഡ് ഇവർ ലോങ് റേഞ്ച്, ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഡിറ്റക്ഷൻ ആൻഡ് എൻഗേജ്മെൻ്റ് ആണ്. ഇവർക്ക് these S-400 can detect and engage aerial threats at range up to 400 kilometers and altitude 30 kilometers. അപ്പോൾ ഒരു 40 കിലോമീറ്റർ ഒക്കെയാണ് ഇവരുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓൾട്ടിറ്റ്യൂഡ് 30 കിലോമീറ്ററും അതേപോലെ ഈ ഒരു ഏരിയൽ ത്രെട്ടും കാര്യങ്ങളൊക്കെ ഒരു 400 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഓപ്പറേഷനിലാവും. സോ ഇറ്റ് പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് ഷീൽഡ് അഗെയിൻസ്റ്റ് എയർക്രാഫ്റ്റ്, ഡ്രോൺസ് ആൻഡ് മിസൈൽസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് ഭയങ്കരമായിട്ട് ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് ഇന്ത്യസ് ഇൻഡിജിനസ് എയർ ഡിഫൻസ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ മൾട്ടി ടയർ ഡിഫൻസ് നെറ്റ്വർക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ സക്സസ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ് അല്ലേ. ഒരു S-400 പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ന്യൂട്രലൈസിങ് മൾട്ടിപ്പിൾ മിസൈൽ ത്രെഡ്സ് ഫ്രം പാകിസ്ഥാൻ. സോ ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ഇൻ റിയൽ വേൾഡ് കോമ്പാക്ട് സിനാരിയോസ് അല്ലേ. റഷ്യയുടെ സാധനങ്ങളൊന്നും അങ്ങനെ ഡൂപ്പാവാൻ ചാൻസ് ഇല്ല. സോ ഇൻ സമ്മറി, ഈ ഒരു S-400 ഇറ്റ് പ്ലേഡ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇന്ത്യാസ് എയർ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊവൈഡിങ് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റീസ് ടു കൗണ്ടർ a wide array of aerial threats and enhancing the country's strategic defense posture. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു S-400 നമുക്ക് 5 എണ്ണം, അതിൽ 2 എണ്ണം വരുന്നതേ ഉള്ളൂ, 3 എണ്ണം ഉണ്ട് അല്ലേ. ആൻഡ് ഈ ഒരു സ്ക്വാഡ്രോൺസിൽ ഈച്ച് സ്ക്വാഡ്രോൺ 16 വെഹിക്കിൾസ് ഉണ്ടാവും ഈ ഒരു ഓരോ സ്ക്വാഡ്രോണിനും. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലോഞ്ചേഴ്സ് ഉണ്ടാവും, അതിൽ റഡാർ ഉണ്ടാവും, കൺട്രോൾ സെൻറ്റേഴ്സ് ഉണ്ടാവും, സപ്പോർട്ട് വെഹിക്കിൾസ് ഉണ്ടാവും. ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് ട്രാക്കിംഗ് ഏരിയൽ ത്രെഡ്സ് അപ് ടു 400 to 600 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് വരെ ഇവർക്ക് ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് ഓരോ സ്ഥലത്തും ഇവരുടെ ആ ഒരു റേഞ്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ആൻഡ് എനിക്ക് തോന്നുന്നു അത് റേഞ്ച് കുറച്ച് കൂടിയാലും അത് കുറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അല്ലേ. സോ അതൊരു സ്ട്രാറ്റജിയാണ്. ആൻഡ് കുറച്ചും കൂടി സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ഇത് പറയാത്തത്, ആ ഒരു സോറി ആ ഒരു റേഞ്ച് പറയാത്തത്. സോ ഈ ഒരു 3 പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു 3 സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സിലിഗുരി കോറിഡോറിലാണ്, വെസ്റ്റ് ബംഗാളിനടുത്ത്. നമുക്കറിയാമല്ലോ സിലിഗുരി കോറിഡോർ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനാണ്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതാണ്. ചൈനയുടെ ഒരു മെയിൻ സ്ഥലമാണല്ലേ. ചൈനേനെ പേടിച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരെണ്ണം വെച്ചിരിക്കുന്നത്. ഓക്കെ, so it is strategically positioned to protect the vital passage connecting India's northeastern state with the rest of the country. ചൈനേനെ പേടിച്ചിട്ടാണ് നമ്മൾ സിലിഗുരി കോറിഡോറിൽ നമ്മുടെ ഒരു S-400 ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പഞ്ചാബിലുണ്ട്, പത്താൻകോട്ടിലുണ്ട്. സോ അത് ചൈനേനെയും പാകിസ്ഥാനെയും പേടിച്ചിട്ടാണ്. So it is deployed to strengthen the defense of Jammu and Kashmir and Punjab and providing security against potential air threats from both China and Pakistan. പിന്നെ ഒന്നുള്ളത് രാജസ്ഥാൻ, ഗുജറാത്ത് ആ ഒരു സൈഡിലാണ്, നമ്മുടെ ഒരു വെസ്റ്റേൺ ബോർഡറിലായിട്ടാണ്. ഇറ്റ് എൻഷുവേഴ്സ് പ്രൊട്ടക്ഷൻ ഫോർ കീ ലൊക്കേഷൻസ് ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ഫ്രം എനിമി അറ്റാക്ക്. So these deployment enhances India's air defense capabilities and it provides a multi-layered shield against aerial threats from the neighboring countries. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒരു ആകാശ് തീർ സിസ്റ്റമാണ്, AKASHTER. ഓക്കെ, ഒരു ആകാശ് തീർ സിസ്റ്റം. ഇതൊരു കൺട്രോൾ റൂം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം. സോ ഇറ്റ് ഈസ് ഇന്ത്യാസ് ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. സോ ഇത് റഡാറും അതേപോലെ സെൻസേഴ്സിനെയും വെപ്പൺസിനെയും ഒക്കെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എനിമി അറ്റാക്കിനെയൊക്കെ ട്രാക്ക് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും പറ്റും. എസ്പെഷ്യലി ഏരിയൽ ത്രെഡ്സ് ഒക്കെ, ഈ ഒരു ഡ്രോണിനെയും എയർക്രാഫ്റ്റിനെയും ഒക്കെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻ റിയൽ ടൈം. അത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ DRDO ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോർഡിനേറ്റഡ് റെസ്പോൺസ് ഇൻ ബാറ്റിൽ ഫീൽഡ് കണ്ടീഷൻസ്. പിന്നെ നമ്മൾ ഈ ഒരു ബറാക്ക് 8 ആണ് നമ്മൾ ഇന്ത്യയും ഇസ്രായേലും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു മീഡിയം ടു ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആണ്. സോ അപ്രോക്സിമേറ്റ്ലി ഇവരുടെ റേഞ്ച് ഒരു 70 to 100 കിലോമീറ്റേഴ്സ് ആയിരിക്കും, 100 കിലോമീറ്റേഴ്സ് പ്ലസ് റേഞ്ച് ആയിരിക്കും. ആൻഡ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു ഇൻ്റർസെപ്റ്റ് എനിമി എയർക്രാഫ്റ്റ്, മിസൈൽസ്, അതേപോലെ ഡ്രോണുകളെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 2 വേർഷൻ അവൈലബിൾ ആണ് കേട്ടോ, ലാൻഡിലുള്ളതും നേവിക്കുള്ളതും അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മളിപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡ്രോൺസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒരു സ്കൈ സ്ട്രൈക്കർ ഡ്രോൺസ്, കമിക്കാസ് ഡ്രോൺസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അതേപോലെ ഒരു മോഡേൺ എയർ ഡിഫൻസിൽ നമ്മൾ ഹോം മെയ്ഡ് സിസ്റ്റവും ഇമ്പോർട്ടഡ് സിസ്റ്റവും നോക്കി. ഒന്ന് ആകാശും പിന്നെ ഒന്ന് QRSAM. അതേപോലെ S-400 നോക്കി, ബറാക്ക് 8 നോക്കി, പിന്നെ നമ്മുടെ ഒരു ഡിജിറ്റൽ കൺട്രോൾ റൂം ആയിട്ടുള്ള ഈ ഒരു ആകാശ് തീർ സിസ്റ്റം നോക്കി. സോ ഇറ്റ് കണക്ട്സ് റഡാർ ആൻഡ് മിസൈൽസ് ഇൻ റിയൽ ടൈം, സോ ഇന്ത്യ ക്യാൻ സീ ത്രെഡ്സ് ആൻഡ് റെസ്പോണ്ട് ഫാസ്റ്റ്. So, in short, we can say that drones and smart air defense system are the future of war. It is more faster, the safer, it is and more high tech than ever before. So, next നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഫർമേഷൻ വാർഫെയറിനെ പറ്റിയിട്ടാണ്, ആൻഡ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. സോ ഇപ്പോൾ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാറുകളിലൊരു വെപ്പണാണ്. ഒന്ന് സ്പ്രെഡിങ് ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ, അതായത് ഡിസ്ഇൻഫർമേഷൻ. പാകിസ്ഥാൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജിയാണത്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഇതൊരു പ്രൊപ്പഗൻഡ അല്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ട്രാറ്റജിക്കലി ടു കൺഫ്യൂസ് ആൻഡ് കൺട്രോൾ പീപ്പിൾ. അപ്പോൾ ഈ ഒരു പാകിസ്ഥാൻ്റെ ടാക്ടിക്സ് നമ്മൾ കണ്ടതായിരുന്നു. പാകിസ്ഥാൻ ഫേക്ക് വീഡിയോസും ഇമോഷണൽ മെസ്സേജസും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടു ട്രൈ ടു ചേഞ്ച് ഹൗ പീപ്പിൾ, ഇന്ത്യയിലും അതേപോലെ പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ ആ ഒരു മൈൻഡിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്, ടു ഹൗ ദേ സീ ദ കോൺഫ്ലിക്റ്റ്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് ടു. അപ്പോൾ ഇന്നത്തെ കാലങ്ങളിൽ വാർസ് ആർ ഫോട്ട് നോട്ട് ജസ്റ്റ് വിത്ത് ഗൺസ് ബട്ട് വിത്ത് ഇൻഫർമേഷൻ. സോ ഇത് ഇവിടെ നമ്മൾക്കിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വി ക്യാൻ സീ ദിസ് ഇൻ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ആൻഡ് റഷ്യ യുക്രൈൻ വാർ. സോ ഈ ഒരു സ്റ്റോറി കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി പവർഫുൾ. കൺട്രോളിങ് ദ സ്റ്റോറി ഈസ് വെരി പവർഫുൾ. സോ വിന്നിങ് എ വാർ ഈസ് നോ ലോങ്ങർ ജസ്റ്റ് അബൌട്ട് ഹാവിങ് എ സ്ട്രോങ്ങർ ആർമി. ഇറ്റ്സ് അബൌട്ട് കൺട്രോളിങ് ദി നറേറ്റീവ്. ലൈക്ക് ആൾക്കാർ എന്താണോ ബിലീവ് ചെയ്യുന്നത്, എന്താണോ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഇരിക്കും. സോ മോഡേൺ വാർസൊക്കെ ദേ ആർ ഫോട്ട് ബോത്ത് ഓൺ ഗ്രൗണ്ട് ആൻഡ് ഓൺലൈൻ.
So controlling what people see, hear and believe is now as important as winning battles. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ടെക്നോളജിക്കൽ സോവറിനിറ്റി ആൻഡ് ഒരു സ്ട്രാറ്റജിക് ഡോക്ടറിനെ പറ്റിയിട്ടാണ്. സോ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു റീസെൻ്റ് ആയിട്ട് നമ്മൾ ബജറ്റിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് ഇന്ത്യ വാണ്ട്സ് ടു ബി സെൽഫ് റിലയൻറ്റ് ഇൻ ഡിഫൻസ് ടെക്നോളജി. ഇപ്പോൾ പ്രോജക്റ്റ് ആകാശാണെന്നുണ്ടെങ്കിലും അതേപോലെ ഒരു പ്രൊജക്ട് കുഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട് ഇന്ത്യയുടെ. ആർ പാർട്ട് ഓഫ് ഇന്ത്യസ് പ്ലാൻ ടു മേക്ക് അവർ ഓൺ വെപ്പൺസ് ആൻഡ് സിസ്റ്റംസ്. അതേപോലെ നമ്മൾ പുറത്തുള്ള കൺട്രീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ഡിഫറെൻറ്റ് ടെക്നോളജി ആൻഡ് വി ബിക്കെയിം എ ഗ്ലോബൽ ടെക് ലീഡർ. സോ നമ്മളിപ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എക്സ്പോർട്ടൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. സോ നമ്മൾ ഈ ഒരു പ്രൊജക്ട് കുഷ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ, ഇത് ഇന്ത്യയുടെ ഒരു ഡിഫൻസ് പ്രൊജക്റ്റാണ്. ആൻഡ് ടു ബിൽഡ് അവർ ഓൺ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. സോ ഇത് ഒരു S-400 നമ്മൾ മെൻഷൻ ചെയ്തില്ലേ, അതേപോലെ നമ്മുടെ റഷ്യയുടെ ആണ് ഈ ഒരു S-400, അവരുടെ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. സോ നമ്മുടേതായിട്ടുള്ള ഒരു ഇന്ത്യൻ വേർഷൻ, S-400ൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് ഈ ഒരു പ്രൊജക്ട് കുഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഡിറ്റക്റ്റ് ആൻഡ് ഡിസ്ട്രോയ് എനിമി മിസൈൽസ് ഇൻ ദി സ്കൈ. അതായത് അത് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന് ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിക്കാൻ പറ്റും. സോ ദ ഗോൾ ഈസ് ടു മേക്ക് ദി സിസ്റ്റം ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. സോ നമുക്ക് വേറെ ആൾക്കാരെ, വേറെ ഫോറിൻ ടെക്നോളജി ഒന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട. So Project Kusha is very important. Okay, it is India's plan to make our own missile shield to protect our country and become more self-reliant in defense technology എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജിയിൽ സെൽഫ് റിലയൻ്റ് ആവാനുള്ള പ്രൊജക്ട്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കി. ഒന്ന് ആകാശം, ഒന്ന് പ്രൊജക്ട് കുഷയും നമ്മൾ മെൻഷൻ ചെയ്തത്. സോ നമ്മുടേതായിട്ടുള്ള വെപ്പൺസും സിസ്റ്റവും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. പിന്നെ വി ആർ ഗോയിങ് ടു ഡിപ്പെൻഡ് വെരി ലെസ് ഓൺ അതർ കൺട്രീസ് ഇൻ ദ ഫ്യൂച്ചർ. അതേപോലെ ഒരു എക്സ്പോർട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ടെക്നോളജി, ഡിഫൻസ് ടെക്നോളജി നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, പോവാണെന്നല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. സോ ഇനി അത് കുറച്ചും കൂടി സ്ട്രോങ് ആവും. കാരണം നമ്മൾ കാണിച്ചു കൊടുത്താണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ഒരു ഇൻഡിജിനസ് ടെക്നോളജിയുടെ പവർ നമ്മൾ കാണിച്ചു. സോ അത് പുറത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസൊക്കെ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഡോക്ടറിനൽ ഷിഫ്റ്റാണ്, ഇന്ത്യയുടെ ഒരു ന്യൂ വാർ സ്ട്രാറ്റജി. ഒന്ന്, നമ്മൾ വളരെ ക്വിക്കായിട്ടും സ്മാർട്ടായിട്ടുമാണ് റെസ്പോണ്ട് ചെയ്തത് അല്ലേ. നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് റിയാക്ട് ചെയ്തത്, പക്ഷെ നമ്മൾ കെയർഫുൾ ആയിട്ടാണ് അറ്റാക്ക് ചെയ്തത്. സോ പിന്നെ നോക്കാനുള്ളത് ഒരു സ്ട്രോങ് ഒഫൻസ് ആൻഡ് ഡിഫെൻസ് ആണ്. നമ്മൾ ഹോം മെയ്ഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇമ്പോർട്ടഡ് വെപ്പൺസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു ഡിഫെൻഡ് ആൻഡ് സ്ട്രൈക്ക് വെൻ നീഡഡ്. പിന്നെ നമ്മളൊരു ഫുൾ ഫ്ലഡ് വാറിലോട്ട് ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ടല്ലേ. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് കാണിച്ചിട്ടുമുണ്ട്, എന്നാലൊരു ഫുൾ വാർ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുമുണ്ട്. സോ ഇന്ത്യ എയിംസ് ടു കൺട്രോൾ ഹൗ മച്ച് എ ഫൈറ്റ് എസ്കലേറ്റ്സ്, ഷോയിങ് പവർ വിതൗട്ട് സ്റ്റാർട്ടിങ് എ ബിഗ് വാർ. സോ നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് പറയുമ്പോൾ വി ക്യാൻ സേ ലൈക്ക് ഇന്ത്യ ഈസ് ബിൽഡിങ് അവർ ഓൺ defense technology and changing its military strategy to be a faster, smarter and more independent. So ready to act without rushing into a full-scale war. So next we will look on to the integrated warfare and future challenges എന്നുള്ള ടോപ്പിക്കാണ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു IACCSനെ പറ്റിയിട്ട് നോക്കാനുണ്ട്, വിച്ച് ഈസ് അവർ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇത് നമ്മുടെ മിലിറ്ററിയുടെ ഒരു സെൻട്രൽ ബ്രെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആർമീനെയും അതേപോലെ നേവിയും എയർഫോഴ്സിനെയും ഒക്കെ അറ്റ് എ ടൈം ഇവർ 3 പേരെയും കൂടി ഒപ്പം വർക്ക് ചെയ്യിപ്പിക്കും ഇൻ റിയൽ ടൈം, ലൈക്ക് വൺ ടീം ഷെയറിങ് ഇൻഫർമേഷൻ ഇൻസ്റ്റൻ്റ്ലി. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ബിഫോർ ദിസ് കൈൻഡ് ഓഫ് ടീം വർക്ക് വാസ് ജസ്റ്റ് എ പ്ലാൻ. നൗ ഇതൊരു ആക്ച്വലി ഇറ്റ് വർക്ക്സ് ഇൻ റിയൽ ബാറ്റിൽസ്. ഓക്കെ, പണ്ട് ഐഡിയ ആയിരുന്നു, ഇപ്പോൾ ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ ഫ്രം ഐഡിയ ടു ആക്ഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ റോളാണ്. ഇന്ത്യയുടെ ഉള്ളിലുള്ളതും അതേപോലെ നമുക്ക് പുറത്തുള്ള എക്സ്റ്റേണൽ സ്പൈ ഏജൻസീസൊക്കെ they also help by giving useful information to make smart decision and to hit the right targets അല്ലേ. പിന്നെ ടെക്നോളജിയാണ്. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ആർമി ഈസ് മച്ച് ബിഗ്ഗർ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മോൾ കൺട്രീസ് ലൈക്ക് പാകിസ്ഥാൻ ക്യാൻ യൂസ് cheap but very smart technologies.
സോ ഈ ഒരു മോഡേൺ വെപ്പൺസ് എന്ന് പറയുന്നത് മോഡേൺ വെപ്പൺസ് ആൻഡ് ടൂൾസ് ആർ വെരി ഈസിയർ ടു ഗെറ്റ് നൗ ഡേയ്സ് ഈവൻ ഫോർ സ്മോൾ കൺട്രീസ്. സോ ഇനി ഫ്യൂച്ചർ വാർസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നോട്ട് ജസ്റ്റ് അബൌട്ട് സൈസ്. ഓക്കെ, സോ വിന്നിങ് വോണ്ട് ഡിപ്പെൻഡ് ഓൺ ഹൗ മെനി സോൾജേഴ്സ് യു ഹാവ്, ബട്ട് അത് നിങ്ങളുടെ ഒരു ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ഒരു ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഗുഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്പൈ ഏജൻസീസ് എന്നൊക്കെ നല്ലൊരു ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഹാവ് അഡ്വാൻറ്റേജ്. ആൻഡ് പിന്നെ സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ ഒരു പാകിസ്ഥാൻ്റെ ഒരു ഡിസ്ഇൻഫർമേഷൻ സ്ട്രാറ്റജി ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. സോ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ഹൗ പീപ്പിൾ തിങ്സ്. സോ ഇന്ത്യയുടെ മിലിറ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൗ വെരി സ്മാർട്ട് ആൻഡ് മോർ കണക്റ്റഡ് എന്നുള്ളതാണ്. ബട്ട് ഫ്യൂച്ചർ വാർസ് വിൽ ബി അബൌട്ട് ബ്രെയിൻസ് ആൻഡ് ടെക്നോളജീസ്, നോട്ട് ജസ്റ്റ് അബൌട്ട് ബോംബ്സ് ആൻഡ് സോൾജേഴ്സ്. സോ ഏകദേശം നമ്മൾ എല്ലാം നോക്കി. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്നാണ് വിശ്വാസം. ഇത് നമ്മുടെ S-400 എവിടെയൊക്കെ ഉള്ളതെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ആ ഒരു സ്ലൈഡാണ്. ആൻഡ് ബറാക്ക് 8 നമ്മൾ നോക്കി, S-400 നോക്കി, ബ്രഹ്മോസ്. ഓക്കെ, ബ്രഹ്മോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, ഭയങ്കര നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇതൊരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് വിച്ച് ഈസ് മെയ്ഡ് ബൈ ഇന്ത്യ ആൻഡ് റഷ്യ. ഇത് സൗണ്ടിനേക്കാളും 3 times സ്പീഡ് ഉള്ളതാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. ഓക്കെ, ഓവർ 3 times ദ സൗണ്ട് ഓഫ് സ്പീഡ്. ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഫാസ്റ്റ് എത്രത്തോളം ആയിരിക്കുന്നത്. സോ ഇത് നമുക്ക് ഒരേ സമയമല്ല, ഇത് ലാൻഡിൽ നിന്നാണെങ്കിലും ഇപ്പോൾ സീയിൽ നിന്നാണെന്നുണ്ടെങ്കിലും സബ്മറൈൻസ് നിന്നാണെന്നുണ്ടെങ്കിലും എയർ നിന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് യൂസ് ടു ഹിറ്റ് എനിമി ഷിപ്സ്, ബങ്കേഴ്സ് ആൻഡ് ബേസസ് വിത്ത് വെരി ഹൈ പ്രിസിഷൻ. സോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു പാകിസ്ഥാൻ്റെ അകത്തുള്ള ഒരു ഡീപ്പ് സ്ട്രൈക്സ് നടത്താൻ നമ്മൾ ബ്രഹ്മോസ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, സോ നമ്മൾ കാമിക്കസ് ഡ്രോൺസിനെ പറ്റിയിട്ട് പറഞ്ഞു, ആൻഡ് ആകാശ് മിസൈൽസ്, പിന്നെ ഡ്രോൺസിൻ്റെ ആ ഒരു പുതിയൊരു ട്രെൻഡിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നാളെ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.